ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപിച്ച് BJPയുടെ ഉപവാസ സമരം. ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ച് 5 വർഷം കഴിയുമ്പോഴും പാതി വഴിയിൽ ബസ് സ്റ്റാൻഡിന്റെ ശൗചാലയങ്ങൾ ഇല്ലാത്തതും യാത്രക്കാരെ വലയ്ക്കുകയാണ്. 2018-19 സാമ്പത്തിക വർഷമാണ് ആലുവ KSRTC ബസ് സ്റ്റാൻഡ് പുതുക്കി നിർമ്മിക്കാൻ 12 കോടിയോളം രൂപ അനുവദിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും ബസ്സുകൾ നിർത്തിയിടുന്ന ഇടങ്ങളിൽ ഇന്റർലോക്ക് കട്ടകൾ പാകുന്നതുമടക്കമുള്ള പ്രവർത്തികളാണ് നടപ്പാക്കേണ്ടത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 5 വർഷം കഴിയുമ്പോഴും ബസ് സ്റ്റാൻഡ് പ്രവർത്തനയോഗ്യമായിട്ടില്ല. യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കാനോ ബസ്സുകൾ പാർക്ക് ചെയ്യാനോ ആകാത്ത സ്ഥിതിയാണ് ഇന്ന് ഇവിടെയുള്ളത്. നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് അധികൃതർക്കും മറുപടിയില്ല. 10,000 ആൾക്കാർ ദിവസവും വന്നു പോകുന്ന ഈ ആലുവ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന KSRTC ബസ് സ്റ്റാൻഡ് ഇത്രയും ദയനീയമായിട്ട് നമുക്ക് 1 മാസമോ 4 മാസമോ 6 മാസമോ അല്ല, വർഷങ്ങൾ നീണ്ടിട്ടും ഈ പണി ഇതുവരെ തീർന്നിട്ടില്ല. ഇതിനി എത്ര നാൾ എങ്ങോട്ട് പോകും? എത്ര നാൾ ജനങ്ങൾ സഹിക്കണം? കുഴികൾ നിറഞ്ഞ ബസ് സ്റ്റാൻഡ് വളപ്പിൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും സൗകര്യമില്ല. പല ദീർഘദൂര ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതായും പരാതിയുണ്ട്. 5 വർഷമായിട്ട് ഇവിടെ കാല് തൂത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥത, അതാണ് ഒരു യാത്രക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥത. അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. നടക്കാൻ സൗകര്യമില്ല. ഏതാനും പേര്, ഒരു 10-50 പേർക്ക് മാത്രം നിൽക്കാൻ സൗകര്യമുള്ളൊരു ഷെഡാണ്, വെയിറ്റിംഗ് ഷെഡാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നിൽക്കാനുള്ള സൗകര്യം കിട്ടില്ല വെയിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ അസ്വസ്ഥമാണ് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുമ്പോൾ. നിർമ്മാണത്തിലെ അനാസ്ഥയും അഴിമതിയും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംഘടിപ്പിച്ച ഉപവാസ സമരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു ഉദ്ഘാടനം ചെയ്തു. 11.5 കോടി ചെലവഴിച്ച ഈ ആലുവ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണി തീരാത്ത കുറേ സ്ഥലങ്ങളിൽ കെട്ടിടം പണിതിട്ടുണ്ട്, കുറേ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നു. ഇന്ന് 15-16 ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത രീതിയിൽ പൊതുഖജനാവ് കൊള്ളയടിക്കുവാൻ ആലുവ MLAയും ഈ ആലുവ നഗരസഭയുടെ അധ്യക്ഷനും നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 11.5 കോടി രൂപ ചെലവഴിച്ചിട്ടും ഈ KSRTC സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. ജനം, കൊച്ചി.